ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 600 ഗ്രാം ലിവർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിനീഗർ ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് മാറും. ചിലർക്ക് ആ ഒരു സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടാവില്ല. അപ്പോൾ വിനീഗർ ഒഴിച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലേ ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകണം കേട്ടോ. ആ രക്ത കളറൊക്കെ പോകണം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യണം. ഇതിലൊട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ അതിലായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി, 8 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം ചെറുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. 1/2 ചെറിയ മുറി തേങ്ങ കൊത്തിയതുകൂടെ എടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലിവർ ഫ്രൈ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരണം. കളറൊക്കെ ചേഞ്ചായി പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും സവാളയും ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. സവാള അപ്പോൾ ഒത്തിരി അങ്ങ് വാടണ്ട കേട്ടോ. അതാ ഈ ഒരു സ്റ്റേജൊക്കെ ആയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഇതിലേക്ക് 3/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 30 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെക്കേണ്ട കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ നമുക്ക് ഇളക്കി ഇത് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാനപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ലിവർ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാൻ ഒന്നുകൂടെ കളറൊക്കെ ഒന്ന് കുറച്ചുകൂടെ ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇത്ര എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഓരോ അമ്മമാർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എരിവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.